Hello friends, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ് ബിടെക് പഠിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഹാർഷ് റിയാലിറ്റികൾ, അതാണ് നമ്മൾ ഈ ഒരു സീരീസ് ആയിട്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിടെക്കിന് അഡ്മിഷൻ എടുത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കീ മുതൽ തന്നെ നമ്മൾ നൽകുന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ട് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസിനായിക്കോട്ടെ, അതുപോലെ തന്നെ ബിടെക്കിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിനൊക്കെ നമ്മൾ കൂടെ ഉണ്ടാകും. സോ കാര്യത്തിലേക്ക് കടക്കാം. ബിടെക് പഠിച്ചാൽ ജോലി കിട്ടുമോ? ഒരുപാട് പേരുടെ ചോദ്യമാണ്. കാരണം നമുക്ക് പുറത്തിറങ്ങിയാൽ തന്നെ തട്ടിയാൽ പറ്റാത്ത തരത്തിലുള്ള ബിടെക് സ്റ്റുഡൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സൊസൈറ്റി. അപ്പോൾ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗുകാരുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കേരളത്തിൽ 149 എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. അവിടെ നിന്ന് ദിവസവും പഠിക്കുന്ന അല്ലെങ്കിൽ വർഷവും പഠിച്ചിറങ്ങുന്ന അത്രയധികം കുട്ടികളുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം അത്രത്തോളം കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട്. പക്ഷെ നിങ്ങളും അക്കൂട്ടത്തിൽ പെട്ടുപോകുമോ? അങ്ങനെ പെടാതിരിക്കാൻ കൃത്യമായിട്ട് ഈ 4 വർഷത്തെ ബിടെക് കോഴ്സുകൾ ചെയ്തിറങ്ങിയിട്ട് ജോലി കിട്ടണമെങ്കിൽ അത് എപ്രകാരം സാധ്യമാകും? സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെടുത്ത എല്ലാ കോളേജുകളിലും 100% പ്ലേസ്മെന്റ് ഒന്നും ഇല്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, നിങ്ങളുടെ രക്ഷകർത്താക്കൾക്കും അറിയാം, അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും അറിയാം. അതായത് CET പോലുള്ളൊരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്താൽ പോലും, എൻ്റെ കോളേജ് എടുത്താൽ പോലും, അവിടെ നമുക്കൊരു പ്ലേസ്മെന്റ് 70% അല്ലെങ്കിൽ ലെസ് ദാൻ 70% ആണ് അഷ്വർ ചെയ്യാൻ പറ്റുന്നത്. അവിടെ പോലും പഠിച്ചിറങ്ങിയിട്ട് പ്ലേസ്മെന്റ് കിട്ടാതെ അല്ലെങ്കിൽ വേറെ അഭിരുചികൾക്കനുസരിച്ച് മാറിപ്പോകുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ ഒരു കമ്പനി തന്നെ ഒരു പ്ലേസ്മെന്റ് ഒരു നിങ്ങളുടെ 3rd ഇയറിൽ അല്ലെങ്കിൽ 3rd and half ഇയറിലൊക്കെ ആയിരിക്കും വരുന്നത്. അങ്ങനെ വന്നാൽ പോലും ഒരു ഇത്ര ഇരിക്കുന്നതിൽ നിന്ന് ഒരു 10% കുട്ടികളെ പോലും തികച്ച് അവർ സെലക്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ മൾട്ടിപ്പിൾ കമ്പനീസ് വരുമ്പോൾ ഒരു കുട്ടി തന്നെ മൾട്ടിപ്പിൾ കമ്പനീസിലേക്ക് സെലക്ട് ചെയ്യുന്നത് വഴി ഒരാളുടെ ഓപ്പർച്യൂണിറ്റീസും പോകാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ബിടെക് പഠിച്ചിറങ്ങിയത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നില്ല. അതിന് നിങ്ങൾ ബിടെക് A&M എടുത്താലും സൈബർ സെക്യൂരിറ്റി എടുത്താലും എത്ര പുതിയ കോഴ്സ് എടുത്താലും ശരി, അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ, 4 വർഷത്തിന് ശേഷം, ഇപ്പോഴത്തെ ഡിമാൻഡ് വിടുക, 4 വർഷത്തിന് ശേഷം ആ ഒരു ഇൻഡസ്ട്രി, ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് എടുത്തതെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് ഏതൊക്കെ മേഖലകളിലായിരിക്കും? സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അവിടെ ഈ പറയുന്ന ഗ്രീൻ ടെക്നോളജി, ഗ്രീൻ ബിൽഡിംഗ് ഉൾപ്പെടെയുള്ള ഇൻഡസ്ട്രി ടെക്നോളജീസ് ഉണ്ട്, 3D പ്രിന്റിംഗ് ഉണ്ട്, എമർജിംഗ് ആയിട്ടുള്ള പുതിയ പുതിയ സർവേയിങ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് ഷിഫ്റ്റ് നടക്കും ഓരോ ഇൻഡസ്ട്രിയിലും. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ AI റിലേറ്റഡ് ഒരുപാട് ജോബ് ബാനിഷ് ചെയ്യപ്പെടും എന്നതിലുപരി ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് AIയിൽ തന്നെ പർട്ടിക്കുലർ മേഖലകളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ജോബ് നമുക്ക് ഗ്രാബ് ചെയ്യണമെങ്കിൽ 4 വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന സ്കില്ലുകൾ നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ആസ് എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ബിടെക് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നിയേക്കാം. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ബിടെക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജേണിയാണ്. അപ്പോൾ നിങ്ങൾ അക്കാദമിക്സിനെക്കാളും കൂടുതൽ മാക്സിമം ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗപ്പെടുത്തുക. അത് നിങ്ങളുടെ CVയെ ബൂസ്റ്റ് ചെയ്യും. എത്തരത്തിലുള്ള ഇന്റേൺഷിപ്പ്, നിങ്ങൾ ഏത് മേഖലയിലേക്കാണോ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇന്റേൺഷിപ്സ് ഫസ്റ്റ് ഇയർ മുതൽ തന്നെ ചെയ്യാം. രണ്ടാമത്, ഇന്റർ കോളേജ് കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ട് ഇരിക്കെ തന്നെ നിങ്ങളുടെ കോളേജുകളിലെ മറ്റ് ബ്രാഞ്ചിലെ വിദ്യാർത്ഥികളോട് ഒരു ഇന്റർ കണക്ഷൻസ്, അറ്റ് ദ സെയിം ടൈം മറ്റ് പ്രധാനപ്പെട്ട കോളേജുകൾ, നിങ്ങളൊരു പ്രൈവറ്റ് കോളേജിലായിരിക്കും അഡ്മിഷൻ കിട്ടിയത്, പക്ഷേ CET പോലുള്ള ഒരു കോളേജിന്റെ ഈവന്റുകളിൽ അല്ലെങ്കിൽ NIT കാലിക്കറ്റിന്റെ ഈവന്റുകളിൽ പരിചയപ്പെടുക, പങ്കെടുക്കുക, അവിടുത്തെ സ്റ്റുഡൻസ് ആയിട്ട് അവിടുത്തെ ഫാക്കൽറ്റീസ് ആയിട്ട് നല്ലൊരു കോൺടാക്ട്, ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക, ഇതെല്ലാം നിങ്ങൾക്ക് പഠിച്ചിറങ്ങുമ്പോഴും അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിലൊക്കെ നല്ല ഉപകാരപ്പെടും. ദെൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങൾ 3rd ഇയറിൽ എടുക്കാൻ പോകുന്ന പ്രോജക്ട്സ് ആണ്. പ്രോജക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെടുക്കുന്ന സബ്ജക്റ്റ് ഉൾപ്പെടെ നിങ്ങളുടെ കരിയർ ആസ്പിറേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണോ, അലൈൻമെന്റ് ചെയ്യുന്നതാണോ എന്ന് ഉറപ്പുവരുത്തുക. ഇനി ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ക്ലബ്ബുകളുണ്ട് ഓരോ കോളേജുകളിലും, അതിൽ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക, NGO ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ കോഡിംഗ് ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് തന്നെ ഇപ്പോൾ തന്നെ തുടങ്ങുക എന്നുള്ളതാണ്. സിവിൽ എഞ്ചിനീയറിംഗ് ആണ് എങ്കിൽ IS മെത്തേഡ്സും ബിൽഡിംഗ് ടൈപ്സും, അതായത് വിത്തിൻ ക്ലാസ് റൂംസ് ഒതുങ്ങിപ്പോവാതെ AI ടൂൾസ് ഉൾപ്പെടെ ഔട്ട്സൈഡ് ഒരു എക്സ്പോഷർ കിട്ടുന്ന മേഖലകളിലേക്ക് പോകാനും അത്തരത്തിലുള്ള ടൂൾസ് പരിചയപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയുമെങ്കിലാണ് ഇൻഡസ്ട്രി ഡിമാൻഡിങ് ആയിട്ടുള്ള ഹൈ സാലറിയുടെ ജോബ് റോൾസ് നിങ്ങളെ തേടി വരാൻ പോകുന്നത്. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ഇംഗ്ലീഷും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും. +2 കഴിഞ്ഞ് കോളേജുകളിലേക്ക് പോകുമ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ പ്രൊഫഷണൽ കോളേജുകളിലേക്കാണ്. അവിടെ ഈ 2 പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇപ്പോൾ തന്നെ ഇംപ്രൂവ് ചെയ്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വേറെ വഴിയില്ല എന്നുകൂടി മനസ്സിലാക്കുക.
സോ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസ് ഇനിയും ഉണ്ടാകും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇനി ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.